നമസ്കാരം, ഞാൻ ഡോക്ടർ ആൻ മേരി ജേക്കബ്, കൺസൾട്ടൻറ്റ് പൾമനോളജിസ്റ്റ്, SUT ഹോസ്പിറ്റൽ, പട്ടം, തിരുവനന്തപുരം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ന്യൂമോണിയയെ പറ്റിയാണ്. ഈ നവംബർ മാസം നമ്മൾ വേൾഡ് ന്യൂമോണിയ ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്, ന്യൂമോണിയയുടെ മന്തായിട്ടാണ് ആചരിക്കുന്നത്. അപ്പോൾ ന്യൂമോണിയ എന്ന് പറയുന്നത് നമുക്കറിയാം, നമുക്കിപ്പോൾ കോവിഡിൻ്റെ കാലഘട്ടത്തിനൊക്കെ ശേഷം കോവിഡ് ന്യൂമോണിയ എന്നൊക്കെ നമ്മൾ സർവ്വസാധാരണമായി ആ സമയത്ത് കേട്ടിരുന്ന വാക്കാണ്. അപ്പോൾ ന്യൂമോണിയ എന്ന് പറയുന്നത് ശ്വാസകോശത്തിലുണ്ടാകുന്ന ലങ്സിനെ ബാധിക്കുന്ന ഇൻഫെക്ഷനെയാണ് ന്യൂമോണിയ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ന്യൂമോണിയ ആർക്കാണ് അത് കൂടുതൽ വരുന്നത്, അത് നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം എന്നതാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ന്യൂമോണിയ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒന്ന് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കുറയുന്ന അവസ്ഥകളാണ്. അതായത് ഇപ്പോൾ നമുക്ക് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റിക് പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് കിഡ്നി പ്രോബ്ലം, ലിവർ പ്രോബ്ലം ഉണ്ട്, നമ്മൾ ഇമ്മ്യൂണോ സപ്രസൻസ് രീതിയിലുള്ള ഗുളിക കഴിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ കുറയ്ക്കുന്ന തരത്തിലുള്ള മരുന്നുകൾ കഴിക്കേണ്ട അവസ്ഥകൾ വരുന്നു, പ്രത്യേകിച്ച് വാദം പോലെയുള്ള രോഗങ്ങളിൽ. പിന്നെ ക്യാൻസറിൻ്റെ കീമോതെറാപ്പി മെഡിസിൻസ് എടുക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും രോഗത്തിന് വേണ്ടി നമ്മൾ സ്റ്റീറോയിഡ് മരുന്ന് കഴിക്കേണ്ടി വരുന്നു. ഇവർക്കൊക്കെയാണ് നമുക്ക് ന്യൂമോണിയ വരാനുള്ള ഹൈ റിസ്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ ഹൈ റിസ്ക് ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴും ഇപ്പോൾ നമുക്ക് കോവിഡ് കാലഘട്ടത്തിന് ശേഷം നോർമൽ ഹെൽത്തി എന്ന് നമ്മൾ വിളിക്കുന്ന ആൾക്കാർക്ക് പോലും റെക്കറൻ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസും ന്യൂമോണിയയും കാണാറുണ്ട്. അത് കോവിഡ് നമുക്ക് വന്നതിൻ്റെ ഭാഗമാകാം. അതിനുള്ള പഠനങ്ങൾ ഇനി നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ന്യൂമോണിയ വരുന്നത് നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ, ആദ്യമായി നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ നമ്മൾ വെളിയിൽ പോയി വരുന്നു എന്ന് വിചാരിക്കാം, നമ്മുടെ കൈയും കാലും കഴുകാനും, നമുക്കൊരു ജലദോഷം ഉണ്ടെങ്കിൽ നമ്മളത് മാസ്ക് ഉപയോഗിക്കാനും, അല്ലെങ്കിൽ ഒരു കർച്ചീഫിൽ തുമ്മാനും അല്ലെങ്കിൽ ചുമയ്ക്കാനും, അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിൽ നിന്ന് നമ്മളെയും നമ്മുടെ വീട്ടിലുള്ളവരെയും നമ്മുടെ ചുറ്റുമുള്ളവരെയും നമ്മൾ സംരക്ഷിക്കുകയാണ്. രണ്ടാമതായി, ചെറിയ ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കഴിക്കാറുണ്ട്. ഇപ്പോൾ നമുക്ക് കേരളത്തിൽ നമുക്ക് ഓവർ ദ കൗണ്ടർ, അതായത് ഡോക്ടറിൻ്റെ കുറിപ്പടി ഇല്ലാതെ നമുക്ക് ആൻറ്റിബയോട്ടിക്സ് ലഭ്യമല്ല. എന്നിരുന്നാലും നമ്മളിപ്പോൾ ആൻറ്റിബയോട്ടിക്സ് എടുക്കുമ്പോൾ ചിലവർ വിചാരിക്കും 2 ദിവസം ആൻറ്റിബയോട്ടിക്സ് കഴിച്ചു, കോഴ്സ് എന്ന് പറയുന്നത് 5 ദിവസമായിരിക്കാം, അപ്പോൾ 2 ദിവസം കഴിച്ചു, അസുഖം കുറഞ്ഞല്ലോ, ഇനി വേണ്ട, അങ്ങനെ വിചാരിക്കില്ല. കാരണം അതൊന്ന് ഇൻഫെക്ഷൻ കുറയുന്നത് മാത്രമേ ഉള്ളൂ, അത് പൂർണ്ണമായി മാറിയിട്ടില്ല. അപ്പോൾ പിന്നെ അത് വീണ്ടും തിരിച്ചു വരാൻ, അതിന് നേരത്തെ ഉള്ളതിൽ നിന്നും ശക്തിക്ക് തിരിച്ചു വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ആൻറ്റിബയോട്ടിക്സ് ഗുളിക കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ നമുക്ക് ന്യൂമോണിയ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് വാക്സിനേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ബേസിക്കലി 2 വാക്സിനാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഫ്ലൂ വാക്സിൻ, അത് വർഷം എടുക്കുന്ന ഇൻഫ്ലുവൻസ പോലത്തെ H1N1 എന്നൊക്കെ പനികളെ പറ്റി കേട്ടിട്ടില്ല, അതിനെ പ്രതിരോധിക്കുന്ന വാക്സിനാണ്. അത് എല്ലാ വർഷവും എടുക്കണം. കാരണം ഒരു വർഷത്തേക്ക് എടുക്കുന്ന വാക്സിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഉള്ളൂ. അതുപോലെ രണ്ടാമത്തേതാണ് ന്യൂമോണിയ വരുത്താനുള്ള ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ന്യൂമോകോക്കൽ എന്ന് പറഞ്ഞ ഇൻഫെക്ഷന് എതിരായിട്ടുള്ള ന്യൂമോകോക്കൽ വാക്സിൻ അവൈലബിൾ ആണ്. അത് നമുക്ക് ഇപ്പോൾ എല്ലാ മേജർ ഹോസ്പിറ്റൽസിലും അവൈലബിൾ ആണ്. അത് 2 രീതിയിലുണ്ട്, കോൺജുഗേറ്റ് വാക്സിനുണ്ട്, പോളിസാക്കറൈഡ് വാക്സിനുണ്ട്. അത് ആദ്യം ഏതെടുക്കണം രണ്ടാമത് എന്നത് പേഷ്യൻറ്റിൻ്റെ സ്ഥിതി അനുസരിച്ച്, അതായത് പ്രായം, അവരുടെ കോമോർബിഡിറ്റീസ് ഒക്കെ അനുസരിച്ചാണ് അത് തീരുമാനിക്കുന്നത്. അപ്പോൾ ന്യൂമോണിയ പ്രതിരോധിക്കാൻ ന്യൂമോണിയ വന്നാലും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് ആൻറ്റിബയോട്ടിക് ചികിത്സയിലൂടെ തന്നെ അത് മാറ്റാൻ സാധിക്കും. അത് കോംപ്ലിക്കേഷനിൽ എത്തിയാൽ മാത്രമേ ഉള്ളൂ അത് പ്രോപ്പറായിട്ട് നമുക്കത് ട്രീറ്റ്മെൻറ്റ് സമയത്തിന് എടുത്തില്ലെങ്കിൽ അത് കോംപ്ലിക്കേഷൻസിലെത്താം. അങ്ങനെ എത്തുകയാണെങ്കിൽ മാത്രമേ നമുക്കത് വറിയിങ് ആയിട്ട് ഒരു കാര്യമായി മാറുന്നുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ന്യൂമോണിയയെ പറ്റി പറയാൻ ആഗ്രഹിക്കുന്നത്. നന്ദി, നമസ്കാരം.